ദേവുദേവൂസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ള വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ്. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഒരു ടീസ്പൂൺ നാരങ്ങാനീര്. ഇത് മൂന്നും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ സെറ്റ് ആകാനായിട്ട് വെക്കണം. ചിക്കൻ സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് അതിനായി ചേർക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാള 3 എണ്ണം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, കാഷ്യൂനട്ട് കുതിർത്തത്, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, ടൊമാറ്റോ പ്യൂരി. ഇതിനായി ഞാൻ ചേർക്കുന്നത് സവാള നമുക്ക് ചെറുതായി ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് എടുക്കണം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട്. പിന്നെ കാഷ്യൂനട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ആദ്യം നമുക്ക് സവോള ചതച്ചത് ഇട്ട് കൊടുക്കാം. സവോള നന്നായി വഴന്ന് വരണം. സവോള ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവോള ഏകദേശം നന്നായി മൂത്തിട്ടുണ്ട്. സവോള വഴന്നതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ട് വഴന്ന് വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയുമായി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. മൂന്നും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൽ കിടന്ന് നന്നായിട്ട് നമുക്കൊന്ന് ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചിക്കൻ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ ഏകദേശം വഴന്നിട്ടുണ്ട്. ഈ വഴന്നിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ഇനി മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മളിതിൽ ഉപ്പ് ആദ്യം ചേർത്താണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചിക്കന് ഉപ്പിട്ട് കൊടുക്കുന്നില്ല. നമ്മൾ കറിക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. മസാലയുമായി ചിക്കൻ നന്നായി ഇളക്കി അത് എല്ലാ സ്ഥലത്തും നന്നായിട്ട് പിടിക്കുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം മിക്സായിട്ടുണ്ട് നന്നായിട്ട്. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 പച്ചമുളക് 2ആയിട്ട് പൊളന്നാണ്. അത് ആദ്യം ഇടാഞ്ഞത് അതങ്ങ് നന്നായിട്ട് വഴന്ന് പോകണ്ട. അത് നമ്മൾ കറി എടുക്കുമ്പം അത് പച്ചമുളക് അങ്ങനെ ഒന്ന് കാണണം. അതുകൊണ്ടാണ് അത് ആദ്യമേ വഴറ്റാഞ്ഞത്. ഇതിലേക്ക് ഇനി നമ്മളുടെ ടൊമാറ്റോ പ്യൂരി ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരിയുമായിട്ട് നന്നായിട്ട് നമ്മളുടെ മസാലയും എല്ലാം ചിക്കനും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഞാനിവിടെ ചേർത്തിരിക്കുന്ന ഗരം മസാല അത് ഞാൻ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അതിൽ ഞാൻ കുറച്ച് നല്ല ജീരകവും ചേർത്താണ് പൊടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ജീരകത്തിൻ്റെ ഫ്ലേവറും സ്മെല്ലും
നന്നായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ കാഷ്യൂ നട്ടിൻ്റെ പ്യൂരി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാഷ്യൂ നട്ടിൻ്റെ പ്യൂരി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്, കുറച്ച് ഗ്രേവിക്കായിട്ട്. അത് കാഷ്യൂ നട്ട് ഇരുന്ന പ്ലേറ്റിൽ തന്നെ ഞാൻ എടുത്തതാണ്. അധികം വെള്ളം വേണ്ട, അധികം കട്ടിയായിട്ട് വേണ്ട, എങ്കിൽ കുറച്ചൊരു ഗ്രേവി തിക്കാകുകയും വേണം. ഇനി ഒരു സ്ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെച്ചൊന്ന് നന്നായിട്ട് ആവി കയറണം. 5 മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാനായിട്ട് വളരെ നല്ല ഒരു റെസിപ്പിയാണ്. ഉറപ്പായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്നമർത്താൻ മറക്കരുത്. ഇനിയും വ്യത്യസ്തമായ വീഡിയോകളുമായി വീണ്ടും കാണുന്നതായിരിക്കും. Have a great day. Stay tuned. Bye.